മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ. ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തിയത് മുന്നണിയിൽ ആലോചിക്കാതെയാണ്. ബിജെപി സ്ഥാനാർത്ഥി ദുർബലനായാൽ കോലീബി സഖ്യത്തിന് സാധ്യതയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭാവിയിൽ ഏത് മുന്നണിയുമായും സഹകരിക്കാമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി ബിജെപിക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ അമിത്ഷാ വിളിപ്പിച്ചു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത്. BDJs ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോട് ആലോചിക്കാതെയാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ ബിജെപി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകേണ്ട കാര്യവുമില്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അഭിമാനത്തോട് അന്തസ്സോട് കൂടി പറയാമോ, ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ ഇവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കേരളത്തിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇനിയും സാധിക്കുമോ? ഘടകകക്ഷികളെ ഒതുക്കി ആ പാർട്ടികളെ തന്നെ ഇല്ലാതാക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. BDJs ഉൾപ്പെടെയുള്ള എല്ലാവരും അവഗണിച്ച് അവരെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അണികളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ നേതാക്കൾ ആ പാർട്ടി ഇല്ലാതാക്കാനുള്ള വലിയ ഒരു അടവ് നയമാണ് ഇവിടുത്തെ എടുക്കുന്നത്. അതുകൊണ്ട് ഇവർ എവിടെ എത്താനാണ്? ഞാൻ ചോദിക്കട്ടെ, ഇവർ സവർണ അജണ്ടയും കൊണ്ട് നടന്നാൽ കേരളത്തിൽ പച്ചപിടിക്കുമോ? ഇവിടെ സവർണർ എത്ര ശതമാനമുണ്ട്? ഇവർക്ക് ബുദ്ധി തലയിലുണ്ടോ? BDJസുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു. കോയമ്പത്തൂരിലെ RSS അഖിലേന്ത്യാ സമ്മേളന വേദിയിൽ വെച്ച് അമിത്ഷായുമായി തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലപ്പുറത്ത് ബിജെപി കോൺഗ്രസ് രഹസ്യധാരണയെന്ന് വൈക്കം വിശ്വൻ. മലപ്പുറം LDFന് ബാലികേറാമല അല്ലെന്നും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഭരണനേട്ടങ്ങളുടെ വിലയിരുത്തലാകുമെന്നും വൈക്കം വിശ്വൻ. LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം BJPയുടെ തീരുമാനങ്ങൾ കൂടി വന്നപ്പോൾ ആ വിഷയങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു. UDFും BJPയും തമ്മിൽ ധാരണയുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പഴയ കോലീബി സഖ്യം പുതിയ രീതിയിൽ അവിടെ ആവിഷ്കരിക്കും. അതിൻ്റെ സംവിധായകർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാണ്. അത് കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് മതേതര ശക്തികളെ ആകെ യോജിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ വരുന്നത്. അതേസമയത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ മറ്റു രീതിയിൽ മാറ്റി തീർക്കാനൊക്കെ ഉള്ള ശ്രമമുണ്ട്. മലപ്പുറം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി. നവകേരള ശില്പി EMSന്റെ ഏലംകുളത്തെ മനയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. നവോത്ഥാന ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാവ് EMSന്റെ ജന്മഗേഹത്തിൽ നിന്നാണ് MB ഫൈസൽ പര്യടനം ആരംഭിച്ചത്. രാവിലെ 8 മണിയോടെ ഏലംകുളത്തെത്തിയ ഫൈസൽ EMSന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി വോട്ടഭ്യർത്ഥിച്ചു. രാഷ്ട്രീയ യുദ്ധത്തിന്റെ ചൂടിലേക്ക് മണ്ഡലം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആവേശമായ ഏലംകുളം മന ഏറെ പ്രചോദനം നൽകുന്നുണ്ടെന്ന് ഫൈസൽ പറഞ്ഞു. സാമൂഹ്യ മാറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇന്ന് പെരുന്തൽമണ്ണ മങ്കട മണ്ഡലത്തിലെ പര്യടനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ ഏലംകുളം EMSന്റെ മനയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നവകേരളത്തിൻ്റെ ശില്പി എന്നുള്ള നിലയ്ക്ക് EMSന്റെ ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തികളെയും വോട്ടർമാരെയും നേരിട്ട് കണ്ടു. ഇടതിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണിത്. PK കുഞ്ഞാലിക്കുട്ടി എന്ന അതികായനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങളിലാണ് ഇടതുമുന്നണി. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ചരിത്രം തന്നെയാണ് ഈ യുവനേതാവിന്റെ പ്രതീക്ഷയും. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം KT സാലിഹ്, മലപ്പുറം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം കളക്ടർ അമിത് മീണയ്ക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി വരണാധികാരിയായ മലപ്പുറം ജില്ലാ കളക്ടർ മുമ്പാകെ എത്തിയത്. മൺമറഞ്ഞ ലീഗ് നേതാക്കളായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയത്തങ്ങൾ എന്നിവരുടെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനയും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദ്, ജില്ലാ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, DCC പ്രസിഡന്റ് VV പ്രകാശ് എന്നിവരും
കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാ UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ഐക്യവും അതുപോലെ തന്നെ ജനാധിപത്യ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും UDFന്റെ. അത്രേ ഇപ്പൊ പറയാനുള്ളൂ. ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നമ്മൾ വന്നിട്ട് ഭൂരിപക്ഷത്തിന് മോശമൊന്നും ഉണ്ടാവില്ല. അത്ര പറഞ്ഞു. ഓക്കെ. കുഞ്ഞാലിക്കുട്ടിയുടെ കൈവശമുള്ളത് 1 ലക്ഷം രൂപ. ബാങ്ക് നിക്ഷേപമായി 70,69,989 രൂപയും, ഭാര്യയുടെ കൈവശം 1,40,40,000 രൂപയും ബാങ്ക് നിക്ഷേപമായി 2,42,79,587 രൂപയുമുണ്ട്. സ്വത്തുവകയിൽ രണ്ടുപേർക്കുമായുള്ളത് 2,21,00,000 വസ്തുക്കൾ. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് സംബന്ധിച്ച വിശദാംശമുള്ളത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാവിപ്പടയുടെ പരീക്ഷണശാലയായി കേരളം മാറാത്തതിലുള്ള അരിശമാണ് സി പി എമ്മിനെതിരായ പ്രമേയത്തിലൂടെ RSS ദേശീയ പ്രതിനിധി സഭ പ്രകടിപ്പിച്ചിരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൊലയാളികൾ തന്നെ അക്രമവിരുദ്ധ സുഭാഷിതം നടത്തുന്ന കാപട്യമാണ് കോയമ്പത്തൂരിലെ RSS വേദിയിൽ കണ്ടത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന 9 മാസത്തിനുള്ളിൽ തന്നെ 9 കൊലപാതകങ്ങൾ RSS നടത്തിയെന്നും CPIMന്റെ മാത്രം 209 പ്രവർത്തകരെയാണ് വിവിധ ദശകങ്ങൾക്കുള്ളിൽ RSSകാർ കശാപ്പ് ചെയ്തതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. അക്രമവിരുദ്ധ പ്രമേയം പാസ്സാക്കുന്ന RSS കേന്ദ്ര നേതൃത്വം കേരളത്തിലെ RSS നേതൃത്വത്തോട് കൊലക്കത്തി താഴെ വയ്ക്കാൻ നിർദ്ദേശിക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇനി താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മണിപ്പൂരിലെ ഉരുക്ക് വനിത ഇറോം ശർമിള. പ്രജാപാർട്ടി നിലനിൽക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും ഇറോം ശർമിള പറഞ്ഞു. അനീതിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിന്തുണ പ്രഖ്യാപിച്ചതായും ഇറോം ശർമിള അറിയിച്ചു. തിരുവനന്തപുരത്ത് പത്രപ്രവർത്തക യൂണിയൻ കേസരി ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇറോം ശർമിള. മണിപ്പൂരിലെ ഉരുക്കു വനിത ഇറോം ശർമിള AKG സെന്ററിലെത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മണിപ്പൂരിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിലെത്തിയ ഇറോം ശർമിള മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ചർച്ച നടത്തി. ശേഷം പത്രപ്രവർത്തക യൂണിയൻ കേസരി ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലേക്ക്. മണിപ്പൂരിൽ തനിക്ക് തോൽവി സമ്മാനിച്ച ജനങ്ങളോട് പരാതിയില്ലെന്ന് പറഞ്ഞ ഇറോം ശർമിള അനീതിക്കെതിരെയുള്ള തന്റെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന കാര്യവും ശർമിള തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും ഇറോം ശർമിള പ്രതികരിച്ചു. Also assure helping me repealing the draconian law. പണവും കായിക ബലവും ജനങ്ങൾക്ക് മേൽ പ്രയോഗിച്ചാണ് മണിപ്പൂരിൽ BJP അധികാരത്തിലെത്തിയതെന്നും ഇറോം ശർമിള പ്രതികരിച്ചു. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനുമായും ഇറോം ശർമിള കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയും അച്ഛൻ അശോകനും ഈ മാസം 27 മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്തും. തിരുവനന്തപുരത്ത് DGP ഓഫീസിന് മുന്നിലാണ് നിരാഹാരം ആരംഭിക്കുന്നത്. കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിരാഹാരം തുടങ്ങുന്നത്. ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും നിരാഹാര സമരത്തിൽ പങ്കുചേരും. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് KK ദിനേശൻ കമ്മിറ്റിക്ക് മുൻപാകെ കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കൊച്ചിയിലെ സിറ്റിംഗിലാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പരാതികളും നിർദ്ദേശങ്ങളും കമ്മിറ്റി സ്വീകരിച്ചത്. കമ്മിറ്റി നേരത്തെ തിരുവനന്തപുരത്ത് സിറ്റിംഗ് നടത്തിയിരുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ പുതിയ നിയമം നിർമ്മിക്കുന്നതിന് മുന്നോടിയായാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചത്. ജസ്റ്റിസ് KK ദിനേശൻ അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റി കൊച്ചിയിൽ സിറ്റിംഗ് നടത്തി. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സംഘടനകൾ കമ്മിറ്റിക്ക് മുമ്പാകെ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം 100% മെറിറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കോളേജിലെ സംഘടനാ സ്വാതന്ത്ര്യം, ഇന്റേണൽ മാർക്ക്, ഹാജർ തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറി M ഷാജിർ ഖാൻ. എന്തെല്ലാം പീഡനങ്ങൾ നടന്നാലും, എന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാലും അതിനെ ചോദ്യം ചെയ്യാനോ
അങ്ങനെ ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ നടപടി എടുക്കുവാനോ സർവകലാശാലകൾ തയ്യാറാകുന്നില്ല. അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് എന്തുകൊണ്ട് സർവകലാശാലകൾക്ക് നടപടി എടുത്തുകൂടാ? കമ്മിറ്റി നേരത്തെ തിരുവനന്തപുരത്ത് നടത്തിയ സിറ്റിംഗിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. പരാതികളും നിർദ്ദേശങ്ങളും കേട്ട ശേഷം 4 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നീറ്റ് അടിസ്ഥാനമാക്കിയുള്ള മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസും ലീഗും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, യോഗത്തിന്റെ വിശദാംശങ്ങൾ. പ്രജീഷ്, ഈ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ നീറ്റ് അടിസ്ഥാനമാക്കി തന്നെ മെഡിക്കൽ പ്രവേശനം നടത്തണം എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നത്. പ്രത്യേകിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് സർവകക്ഷി യോഗം എത്തിയിട്ടില്ല. പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് നീറ്റ് അടിസ്ഥാനമാക്കി പ്രവേശനം നടത്തുമ്പോൾ 2 തരത്തിലുള്ള ഫീസ് ഘടന നടപ്പിലാക്കാൻ സാധിക്കില്ല. നിലവിൽ ഇപ്പോൾ 50% സീറ്റ് മെറിറ്റ് സീറ്റ് പ്രവേശനം നടത്തുകയും 50% മാനേജ്മെന്റ് തലത്തിലുള്ള ഫീസാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. ഈ രീതിയിൽ 2 തരത്തിലുള്ള ഒരു ഫീസ് തുടർന്ന് ഈടാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏകീകൃത ഫീസ് മാത്രമേ നീറ്റ് അടിസ്ഥാനമാക്കി പ്രവേശനം നടത്തുമ്പോൾ നടപ്പാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സർക്കാർ നിലപാട്. നേരത്തെ തന്നെ മാനേജ്മെന്റുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ രീതി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നത്. സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷി നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തു തന്നെ വിദ്യാഭ്യാസ മേഖലയിലെയും മെഡിക്കൽ മേഖലയിലെയും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്നുകൊണ്ട് ഒരു യോഗം ചേർന്ന് ഇതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാണ് നിലവിലെ ധാരണ. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്ത് കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാകുന്നു. മണിശങ്കർ അയ്യർക്ക് പിന്നാലെ ഹൈക്കമാൻഡിനെ വിമർശിച്ച് പി ചിദംബരവും രംഗത്തെത്തി. നരേന്ദ്രമോദിയെ നേരിടാൻ നിലവിലെ കോൺഗ്രസ് സംവിധാനത്തിന് കഴിയില്ലെന്നും തന്ത്രങ്ങൾ മാറ്റണമെന്നും ചിദംബരം തുറന്നടിച്ചു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഗോവയും മണിപ്പൂരും സർക്കാർ രൂപീകരണം നഷ്ടമായതോടെയാണ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്ത് വിമർശനം ശക്തമാകുന്നത്. മുതിർന്ന നേതാക്കളായ മണിശങ്കർ അയ്യറിനും ദിഗ്വിജയ് സിംഗിനും പുറമെ പി ചിദംബരവും ഹൈക്കമാൻഡ് നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തി. നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നരേന്ദ്രമോദി മുന്നേറ്റത്തെ പ്രതിരോധിക്കാനാകില്ലെന്നും തന്ത്രങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചുവെന്നും ചിദംബരം തുറന്നടിച്ചു. BJP RSS കൂട്ടുകെട്ടുമായി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ പോലും താരതമ്യം ചെയ്യാനാകാത്ത അവസ്ഥയാണെന്നും ചിദംബരം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി അവസരത്തിനൊത്ത് ഉയരുന്നില്ലെന്നും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്നില്ലെന്നും ദിഗ്വിജയ് സിംഗും ആരോപിച്ചിരുന്നു. കോൺഗ്രസിന് തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗോവയിൽ സർക്കാർ രൂപീകരിക്കാൻ ഗോവ ഫോർവേഡ് പാർട്ടി ആദ്യം സമീപിച്ചത് കോൺഗ്രസിനെയായിരുന്നു. എന്നാൽ കൃത്യമായ ചർച്ചയിലൂടെ പ്രാദേശിക പാർട്ടി പിന്തുണ പിടിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിക്കായിരുന്നില്ല. കോൺഗ്രസ് രഹിത ഇന്ത്യ എന്ന നരേന്ദ്രമോദി സ്വപ്നം രാഹുൽ ഗാന്ധി സുഗമമാക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെയാണ് നിലപാട് ഘടിപ്പിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് നടപടി. തൃശൂർ റൂറൽ SP നേതൃത്വത്തിലാണ് കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ എടുത്തത്. പി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി പോലീസിനോട് ആരാഞ്ഞു. കൃഷ്ണദാസിന് മേൽ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എന്തിനാണ് പിന്നീട് ചേർത്തതെന്ന് കോടതി ചോദിച്ചു. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. പാലക്കാട് ലക്കിടി ജവഹർ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കം 5 പേർ അറസ്റ്റിലായത്. ലക്കിടി കോളേജ് PRO വത്സലകുമാർ, നിയമോപദേശക സുചിത്ര, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് തൃശൂർ റൂറൽ SP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോളേജിലെ പണപ്പിരിവിനെതിരെ പരാതി നൽകിയതിന് നെഹ്റു കോളേജിലെ ഇടിമുറിയിലെത്തിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. കൃഷ്ണദാസാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്നും പോലീസ് അറിയിച്ചു. ഇപ്പം വകുപ്പ് ഇട്ടിരിക്കുന്നത് 341 ഉണ്ട്, 365 ഉണ്ട്. 365 വെച്ചാൽ കിഡ്നാപ്പിംഗ് കൊണ്ടുവന്ന് ലക്കടി കോളേജിൽ നിന്ന് പാമ്പാടി കോളേജിൽ കൊണ്ടുവന്നത്. പിന്നെ അവിടെ 384 മനഃപൂർവ്വം എഴുതി ഏടിപ്പിച്ചത്. 380, 341, 365, 342 അന്യായ തടങ്കൽ. പാലക്കാട് വാണിയംകുളം PK ദാസ് മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നാണ് കൃഷ്ണദാസിനെ പിടികൂടിയത്. ഇതേ കേസിൽ കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കേസ് ഡയറി ആവശ്യപ്പെട്ട കോടതി അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. മുമ്പ് ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വയനാടിനോട് ചേർന്ന മുതുമല വനമേഖലകളിൽ കൊടും വരൾച്ചയെ അതിജീവിക്കാനാകാതെ ചത്തൊടുങ്ങുകയാണ് വന്യജീവികൾ. 2 മാസത്തിനിടെ 4 കാട്ടാനകളാണ് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ചെരിഞ്ഞത്. രൂക്ഷമായ കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നിവിടങ്ങൾ വന്യമൃഗങ്ങളുടെ ശവപ്പറമ്പാവുകയാണ്. മുതുമല കടുവാ സങ്കേതത്തിന്റെ പരിധിയിലുള്ള മസനഗുഡിയിൽ 5 മാസം പ്രായമുള്ള ആനക്കുട്ടിയും തെപ്പക്കാട്ടിൽ 55 വയസ്സ് പ്രായമുള്ള പിടിയാനയുമാണ് ഒടുവിൽ ചെരിഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നീലഗിരി വനമേഖലകളിലും വരൾച്ച രൂക്ഷമാണ്. ഇത്തവണ മേഖലയിൽ മഴ കുറഞ്ഞതോടെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ മായാർപ്പുഴയും മറ്റും നേരത്തെ വറ്റിവരണ്ടു. ജലസ്രോതസ്സുകളിലെ നിരപ്പ് അസാധാരണമാം വിധം താഴ്ന്നു. കാടുണങ്ങുമ്പോൾ ബന്ദിപ്പൂരിലെ ആനകൾ മുതുമലയിലേക്ക് ഭക്ഷണം തേടിപ്പോകുന്നത് പതിവാണ്. ഇങ്ങനെ എത്തുന്ന ആനകളാണ് ചെരിയുന്നത്. സ്വാഭാവിക വനശോഷണവും മുളങ്കാടുകളുടെ നാശത്തിനുമെല്ലാം പുറമെ ഇത്തവണത്തെ കടുത്ത വേനൽ ഇവിടങ്ങളിലെ ആനകളുടെ ആവാസ വ്യവസ്ഥകളെ പ്രതികൂലമായി ബാധിച്ചു. വയനാടൻ കാടുകളിൽ അല്പം ആശ്വാസമായി വേനൽ മഴ ലഭിച്ചുവെങ്കിലും അതിർത്തിക്കപ്പുറം കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഇതിനിടെ രോഗം ബാധിച്ചും കടുവയുടെ ആക്രമണത്താലും 3 ആനകൾ കൂടി മേഖലയിൽ ചെരിഞ്ഞു. ഇതോടെ 2 മാസത്തിനിടെ ഇവിടെ ചെരിഞ്ഞ ആനകളുടെ എണ്ണം 7 ആയി. ന്യൂസ് ബ്യൂറോ, വയനാട്.